ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ വീഡിയോയും കാര്യങ്ങളാണ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ വണ്ടിയുടെ മൊത്തത്തിലും പെയിൻറ്റിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഇന്നലെ ലോഞ്ചിങ് ഒക്കെ ആയിരുന്നു. എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മുടെ വണ്ടി ഇതേ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ റെസ്റ്റ് എടുത്തിരിക്കുന്നു. അപ്പോൾ വണ്ടി നിങ്ങളാരും ലോഞ്ചിങ്ങിൻ്റെ വീഡിയോയും കാര്യങ്ങളും കാണാത്തവരാണെങ്കിൽ നിങ്ങളെന്തായാലും ആ വീഡിയോ എന്തെങ്കിലും കണ്ടിട്ടോ. അപ്പോൾ ഇന്നലെ റിവ്യൂയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വണ്ടി നേർപടി ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ തന്നെ വെച്ചതാണ്. അപ്പോൾ ഇതിനകത്ത് പെയിൻറ്റിങ്ങും എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളും ചെയ്ത്, അതുപോലെ തന്നെ നമ്മൾ കാർബൺ ഫൈബറിൻ്റെ ഇതും സെറ്റ് ചെയ്ത്, ഒരു ഗ്രിപ്പും സെറ്റ് ചെയ്ത്, അങ്ങനെ പിന്നെ ചെറിയ ഒരു സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ അടിച്ച് മൊത്തം സെറ്റ് ചെയ്ത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെയ്തേക്കണ പെയിൻറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ക്യാൻഡി ബ്ലൂ ചെറിയ ഗിൽറ്റൊക്കെ ഇട്ട്, പിന്നെ അതുപോലെ തന്നെ ഗ്ലോസി ബ്ലാക്കിലും ചെറിയ ഗിൽറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വെയിലത്ത് വെച്ചാലാണ് കുറച്ചുകൂടിയും കാണല്. പിന്നെ ഫ്ലാഷ് ഓൺ ആക്കിയാണെങ്കിൽ ചെറുതായിട്ട് ഇതിനകത്ത് ഇങ്ങനെ കാണാൻ പറ്റും. അങ്ങനെ ഒരു ചെറിയൊരു ബ്ലാക്ക് ആൻഡ് ബ്ലൂ തീമിലാണ് ചെയ്തേക്കണം. പിന്നെ ഒരു ചെറിയ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, വൈറ്റും സിൽവറും ബ്ലാക്കൊക്കെ പോലെ ഒരു ചെറിയൊരു സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ അങ്ങനെ. അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ ബാക്ക് വ്യൂ എന്ന് പറയുന്നത്, ബാക്കിൽ നമ്മൾ കിറ്റും കാര്യങ്ങളൊക്കെ മാറ്റി, പിന്നെ കിറ്റ് വെച്ചിട്ട് വണ്ടിക്ക് ഒരു ചെറിയ കുറച്ച് വഴിച്ചിട്ടിരിക്കണം. അപ്പോൾ അതുകൊണ്ട് നൈസിട്ട് ബാക്കിലെ കിറ്റും കാര്യങ്ങളൊക്കെ മാറ്റി. പിന്നെ നമ്മൾ ഓൾറെഡി R1M എക്സോസും കാര്യങ്ങളൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വണ്ടിയുടെ 2 സൈഡ് ലിപ്പ് ഇതാണ്. അതുപോലെ തന്നെ നമ്മളെ ഫ്രണ്ടിൽ ഹെഡ് ലൈറ്റിൻ്റെ 1 സൈഡ് സ്റ്റിക്കർ അടിച്ചിട്ടുണ്ടായിരുന്നു. 1 സൈഡ് ക്ലോസ് ചെയ്തിട്ട് ഒരു ചെറിയൊരു ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത്, ഇങ്ങനെയാണ് വണ്ടിയുടെ ഫ്രണ്ട് ലുക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചെറിയൊരു AGV സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഇവിടെ അടിച്ചിട്ടുണ്ട്. പിന്നെ അടിയിൽ ഒരക്രഭവിക്കേണ്ട ഒരു സ്റ്റിക്കറും, അങ്ങനെ മൊത്തത്തിൽ സെറ്റ് ചെയ്ത്. ഇനിയിപ്പോൾ വണ്ടിക്ക് ചെറിയ രീതിക്ക് ഡ്യുവൽ ഡിസ്ക്കും USB ഫോർക്കും ആഡ് ചെയ്യാവുന്നൊരു പ്ലാൻ ഉണ്ട്. അതിൽ പിന്നെ ഇനി കുറച്ച് നോക്കണം. ഇവിടെ സൈഡിൽ കാര്യങ്ങളൊക്കെ ഒടിവ് കുറഞ്ഞിട്ടുണ്ട് വണ്ടിക്ക്. ഇപ്പോൾ ഈ കിറ്റ് കയറിയതുകൊണ്ട് ചെറുതായിട്ട് ഒടിവും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് വേണം ഇനി ഡ്യുവൽ ഡിസ്ക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ വണ്ടിയുടെ കുറച്ച് സിനിമാറ്റിക് ഷൂട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ തന്നെ നല്ല നല്ല വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡി ഞാൻ താഴ്ത്തി കൊടുത്തിട്ടുണ്ടാവും, അതൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ വീഡിയോയും കാര്യങ്ങളും. ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ നല്ല നല്ല കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഡെയിലി വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്നൊരു പ്ലാനിലാണ്. അപ്പോൾ നാളെ തൊട്ട് എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് ഇനി വ്ളോഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങളെല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എത്തും. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ട് കേട്ടില്ലല്ലോ എല്ലാവരും. എക്സോസ്റ്റ് നോട്ട് അത്യാവശ്യം ലൗഡാണ് ഗൈസ്. പിന്നെ അതുപോലെ തന്നെ ഇനി എല്ലാവർക്കും അറിയേണ്ടതെന്ന് വെച്ചാൽ വണ്ടിയുടെ മൊത്തത്തിൽ കോസ്റ്റ് എത്രയാണ്, പെയിൻറ്റിങ്ങും കാര്യങ്ങളും. പിന്നെ നമുക്ക് ടാങ്ക് കുറച്ച് ഫൈബർ വർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ടായി. എക്സ്ട്രാ വേറെ പുറമേ പുറത്ത് കൊടുത്തിട്ടാണ് നമ്മൾ അതും ചെയ്തേക്കണം. അപ്പോൾ അതിന് സ്റ്റിക്കറിങ് എല്ലാം കൂടിയിട്ട് നമുക്ക് അറൗണ്ട് ഒരു 25-30 അടുത്ത് മൊത്തം പെയിൻറ്റിങ്ങും എല്ലാം കൂടിയിട്ട് ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് വർക്കും കൂടി പെൻഡിങ് കിടക്കുന്നുണ്ട്. പറഞ്ഞില്ലേ, USB ഫോർക്ക് ഡ്യുവൽ ഡിസ്കും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാന്നുള്ള പ്ലാനാണ്. അതും പിന്നെ RCBയുടെ ക്ലച്ചും ബ്രേക്കും കാര്യങ്ങളും. അങ്ങനെ എന്തായാലും വീഡിയോയും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ കറക്റ്റ് അപ്ഡേറ്റ് ആയിട്ട് ഡെയിലി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്യും. അതുപോലെ തന്നെ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ശരിയെന്നാൽ.